പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു. പ്രതിവചന സങ്കീർത്തനമാണ്. ഇതേ വചനം സുവിശേഷത്തിൽ പരിശുദ്ധ മാതാവ് പറയുന്നത് നമ്മൾ കേൾക്കും. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു എന്നുള്ള സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലുള്ള അതേ കാര്യം പരിശുദ്ധ മാതാവ് ഏറ്റുപറയുന്നുണ്ട്. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ശരിക്കും സന്തോഷം വേണം. ഇന്ന് ഡിസംബർ 22 ഈ 2-3 ദിവസങ്ങളോട് കഴിഞ്ഞാൽ വലിയ സന്തോഷത്തിൻ്റെ രാത്രിയാണ്. ശരിക്കും സന്തോഷം വേണോ? ഈശോയിലേക്ക് ഇങ്ങനെ മനസ്സർപ്പിക്കണം, കർത്താവിലേക്ക് മനസ്സർപ്പിക്കണം. നമ്മൾ ഒന്നാമത്തെ വായനയിൽ കാണുന്നുണ്ട്, ഏലിയുടെ അടുത്ത് വന്ന് ഹന്ന പറയുന്ന ഒരു കാര്യം, അങ്ങയുടെ മുൻപിൽ വന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീ തന്നെയാണ് ഞാൻ. ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടമായിരുന്നു ഒരു കുഞ്ഞില്ല എന്നുള്ളത്. ലോകം മുഴുവൻ അവളിങ്ങനെ മാറ്റി നിർത്തുന്നു. ആ കാലം ഒരു കുഞ്ഞില്ലാത്തൊരു സ്ത്രീയോട് കാണിച്ചിരുന്ന ക്രൂരതകളെ കുറിച്ച് പറഞ്ഞാൽ തീരില്ല. അത്രയും വലിയ പ്രയാസത്തിലൂടെ കടന്നു പോയിരുന്നു, അത്രയും വലിയ സങ്കടത്തിലൂടെ കടന്നു പോയിരുന്നു. ഇപ്പോഴും കുഞ്ഞില്ലാത്തവരുടെ സങ്കടങ്ങൾ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ ഉള്ളിൽ വരുന്ന ഒരു ഭാരമുണ്ട്. ശരിക്കും ആ ഒരു സങ്കടം മാറ്റിക്കൊടുത്ത കർത്താവിനെ കുറിച്ചിട്ടാണ് ഹന്ന പറയണത്. അങ്ങയുടെ മുൻപിൽ വന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീ തന്നെയാണ് ഞാൻ. ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. നമുക്കറിയാം അതിൻ്റെ കാര്യങ്ങൾ. ഇങ്ങനെ കരഞ്ഞ് തളർന്ന് മദ്യം കുടിച്ചവളെ കണക്കിരിക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് ചെന്ന് ഏലി അവളെ ശകാരിക്കുന്നുണ്ട്. അപ്പോഴാണ് അവൾ പറയുന്നത്, ഞാനിങ്ങനെ കുഞ്ഞില്ലാത്തതിനെ കുറിച്ച് വേദനിക്കുകയാണ്. ആ സമയം ഏലിയുടെ ആശംസയുണ്ട്, പ്രാർത്ഥനയുണ്ട്. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ പ്രാർത്ഥന കേൾക്കും. വചനം പറയുന്ന കാര്യം പലതവണ നമ്മൾ ധ്യാനിച്ചിട്ടുള്ളതാണ്. അവൾ വീട്ടിലേക്ക് പോയി മുഖം കഴുകി ഭക്ഷണം കഴിച്ചു. പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിരുന്നിട്ടില്ല, സങ്കടപ്പെടേണ്ടി വന്നിട്ടില്ല. കാരണം ജീവിതം, മനസ്സ്, പ്രാർത്ഥന കർത്താവിൽ സമർപ്പിച്ചതുകൊണ്ട്. ഇതേ കാര്യം സുവിശേഷത്തിൽ നമ്മൾ കാണും. പരിശുദ്ധ മാതാവ് ഈ ലോകത്തെ നോക്കിയാൽ വലിയ സന്തോഷിക്കാനുള്ള കാര്യമൊന്നുമല്ല. ഗർഭിണിയാവും എന്നാ പറഞ്ഞേക്കണേ. കല്യാണം കഴിക്കാതെ ഗർഭിണിയാവും. പക്ഷേ ഗർഭിണിയാവുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ക്രിസ്തുവിനെയാണ് ഗർഭം ധരിക്കുന്നതെന്നൊക്കെ വരുമ്പോൾ അതൊരാളുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷമാണ്. ഈ സന്തോഷത്തിന് ഒറ്റ കാരണമേ ഉള്ളൂ, കർത്താവിലേക്ക് മനസ്സർപ്പിക്കുക, ജീവിതം സമർപ്പിക്കുക. സങ്കടപ്പെട്ടിരിക്കുകയാണോ? ഇപ്പോഴും ഇത്ര വലിയൊരു സന്തോഷത്തിൻ്റെ ദിവസങ്ങളിലേക്ക് പ്രവേശിക്കാനായിട്ട് നമ്മുടെ പ്രയാസങ്ങൾ നമ്മൾക്ക് തടസ്സമായി നിൽക്കുന്നുണ്ടോ? ജീവിതം കർത്താവിങ്കിലേക്ക് സമർപ്പിക്കുക. ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിന് സന്തോഷം വരുന്നത് കാണാം. കാരണം ഈ ലോകം തീരുമാനിക്കുന്നത് പോലെയല്ല ശക്തന്മാരെ അവിടുന്ന് സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു എളിമയോടെ, ഈ താഴ്മയോടെ കർത്താവിൻ്റെ തിരുമുൻപിൽ നിൽക്കുന്ന മനുഷ്യരെ എത്രമാത്രം ഉയർത്തുമെന്ന്, എത്രമാത്രം അത് ജീവിതത്തിന് ഉയർച്ചയുണ്ടാകുന്നതിനെ കുറിച്ച് മാത്രമല്ല, സങ്കടങ്ങളിൽ നിന്ന് ഉയർത്തിയെടുക്കുന്നതിനെ കുറിച്ച് കൂടിയാണെന്നറിയണം. പ്രയാസങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നും ഒരാളുടെ ജീവിതം വീണ്ടും പണിതുയർത്തുന്നതിനെ കുറിച്ചാണെന്നറിയണം. കർത്താവിൻ്റെ മുൻപിൽ താഴ്മയോടെ നിൽക്കുന്ന മനുഷ്യരിങ്ങനെ അഭിമാനത്തോടുകൂടെ ശിരസുയർത്തി നിൽക്കുന്നതിനിടയാകുമെന്ന് വചനം പറയുന്നുണ്ട്. അവൻ്റെ മുൻപിൽ മുട്ടുകൾ മടക്കുന്ന മനുഷ്യർക്ക് മറ്റൊരാളുടെ മുൻപിലും മുട്ടുകൾ മടക്കേണ്ടി വരില്ല എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലുണ്ട്. തമ്പുരാനെ, ഞങ്ങളും അങ്ങയുടെ തിരുമുൻപിലേക്ക് ഇതാ താഴ്മയോടെ ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. യഥാർത്ഥമായ സന്തോഷത്തിൻ്റെ ദിനങ്ങളിലേക്ക് പ്രവേശിക്കാൻ അങ്ങ് ഞങ്ങളെ ശരിക്കുമുള്ള സന്തോഷത്തിൻ്റെ ദിനങ്ങളിലേക്ക് ഉയർത്താൻ മനസ്സാകണേ എന്ന് പ്രാർത്ഥിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിൻ്റെ മുൻപിൽ താഴ്മയോടെ നിന്ന് കഴിയുമ്പോൾ അവർ നിത്യമായ സന്തോഷത്തിൽ ആനന്ദിക്കും. അവരുടെ വേദനകളും അവരുടെ പ്രയാസങ്ങളും മാഞ്ഞു പോകും. കർത്താവെ, ഞങ്ങളിതാ താഴ്മയോടുകൂടി അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നു. ഞങ്ങളുടെ ജീവിതം സ്വർഗീയ സന്തോഷത്താൽ നിറയ്ക്കാൻ മനസ്സാകണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈശോയുടെ മുൻപിൽ ഏറ്റവും എളിമയോടെ മുട്ടിന്മേൽ നിന്ന് അവിടുത്തെ ആശീർവാദത്തിനായി പ്രാർത്ഥിക്കാം. സ്വർഗത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള സന്തോഷം കൊണ്ട്, ആഹ്ലാദം കൊണ്ട് അവിടുന്ന് നമ്മുടെ മനസ്സുകളെ നിറയ്ക്കാൻ എഴുന്നള്ളി വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ
ദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് തനിക്ക് തന്ന കുഞ്ഞിനെയും കൊണ്ട് ദേവാലയത്തിലേക്ക് വരുന്ന ഹന്ന, പിന്നീട് 3 വയസ്സുള്ള ഒരു കാളക്കുട്ടി, ഒരു ഏഫാ മാവ്, ഒരു കുടം വീഞ്ഞ് എന്നിവയോടുകൂടെ തൻ്റെ കുഞ്ഞിനെ അവൾ ദേവാലയത്തിൽ സമർപ്പിച്ചു എന്ന് പറയണേ. ജീവിതത്തെക്കാൾ വിലമതിക്കുന്ന തൻ്റെ കുഞ്ഞിനെ കർത്താവിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഹന്നയെ കാണും നമ്മൾ. ജീവിതം ഒന്ന് സമർപ്പിക്കുക, ജീവിതത്തിൻ്റെ സകലതും സമർപ്പിക്കുക, എല്ലാ ജീവിതാവസ്ഥകളും സമർപ്പിക്കുക. സ്വസ്ഥരാകാൻ പറ്റും, ശരിയായ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ.